ഹായ്, ഇതാണ് നമ്മുടെ നാട് കുറ്റ്യാട്ടൂർ കുഞ്ഞുമൊയ്തീൻ പീടിക. ഇന്നലെ നമ്മുടെ നാട്ടുകാരൊരുക്കിയ ഇഫ്താർ വിരുന്നിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. അല്ലെങ്കിലും നമ്മുടെ വിശ്വാസം പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസവും നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടുകാരാട്ടോ. ഇത് കുഞ്ഞുമണി ഇരിപ്പുണ്ട്. അങ്ങനെ ഇഫ്താർ വിരുന്ന് തുടങ്ങി. ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, എണ്ണക്കടികൾ. ഇത് നമ്മുടെ അഭിരാമി മോള്, ബാലുബായിയുടെ മോളാണ്. എല്ലാവരും ഒരു ഹായ് പറയണേ അഭിരാമി മോൾക്ക്. അപ്പോൾ അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി നടത്തിയ ഇഫ്താർ വിരുന്ന് സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ, അതായത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഉത്സവമാട്ടെ 2 ദിവസത്തേക്ക് നാട്ടുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായ താലപ്പൊലി മഹോത്സവം ഇന്നലെ കാവ് കയറി. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നാട്ടുകാർക്ക്, നാട്ടിലെ കൂട്ടുകാർക്ക് നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷകളിൽ നന്ദി പറയുന്നു. എല്ലാ നാട്ടിലും ഇങ്ങനെ ആവട്ടെ, എല്ലാവരും ഇങ്ങനെ ആവട്ടെ, മനുഷ്യന്മാർ മതി. അല്ലെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ജാതി, എന്ത് മതം. അപ്പോൾ ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ടായിരുന്നു. സ്നാക്സ് തീരുന്നതിനെ അവർ കൊണ്ടു തരുന്നുണ്ടായിരുന്നു. അതും സ്നേഹത്തോടെയാണ് കൊണ്ടു തരുന്നത്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെ എക്സ്ട്രാ ആയിരുന്നു. ഇത് നമ്മുടെ നാടാട്ടോ. നാട്ടിലെ ഒരു വക ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിയിൽ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ചൊരു ഇഫ്താർ വിരുന്ന്. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നെയ്ച്ചോറും കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പരിപാടി നാട്ടിൽ സംഘടിപ്പിച്ച നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാ നാട്ടിലും ഇങ്ങനെ ആവട്ടെ, എല്ലാ നാടും ഇങ്ങനെ ആവട്ടെ, മനുഷ്യന്മാരെല്ലാവരും സ്നേഹത്തോടെ ഇങ്ങനെ കഴിയട്ടെ, അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് രസമായിരിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളെല്ലാമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുവരേക്കും ബൈ, ടാറ്റ.